يتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم الذي أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم ألهمني رشدي وأعذني من شر نفسي. اللهم ألهمني رشدي وأعذني من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال عليه الصلاة والسلام. الله سبحانه وتعالى നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ മജ്‌ലിസിൽ അല്ലാഹു കാരണമാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തിരുവചനത്തിലുമായി ജീവിച്ച് അവന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെട്ട് അവനിഷ്ടപ്പെടുന്ന സമയം അവനിഷ്ടപ്പെട്ട അമലിനായി അവനിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ നന്മയ്ക്കും മനുഷ്യരുടെ ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാ വിജയങ്ങൾക്കും കാരണമാകുന്ന രൂപത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും പ്രകൃതിക്ക് നിരക്കാത്തതോ മനുഷ്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതോ മാനുഷികമായ ഏതെങ്കിലും അവകാശങ്ങൾ ഹനിക്കുന്നതോ ആയ ഒരു കൽപ്പനകളും നടത്തിയിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇസ്ലാം ഇത്രമേൽ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാകാനുള്ള കാരണം ഇതിന്റെ നിയമ നടപടികൾ ഇതിനെ അവതരിപ്പിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. അല്ലാഹു ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായതുപോലെ അവൻ ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ അവതരിപ്പിച്ച് നൽകിയ മതം ഇസ്ലാം അതും ന്യൂനതകളിൽ മുക്തമാണ്. ഇസ്ലാം അതിന്റെ തുടക്കം ആദം അലൈഹിസ്സലാം മുതലാണ്. അതിന്റെ പര്യവസാനം ഖിയാമത്ത് നാളോടുകൂടിയേ സംഭവിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഇതിനെ അസ്തമിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇതിന്റെ തുടക്കം ആദം അലൈഹിസ്സലാമാണ്. ഇതിന്റെ പര്യവസാനം ഖിയാമത്ത് നാളോടുകൂടിയാണ്. മുഴുവൻ മനുഷ്യരാശിക്കും നേർമാർഗം നൽകുന്നതിന് ഉതകം അതിന് എല്ലാ രീതിയിലും സാധിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ നിയമനിർമ്മാണം നടത്തിയത് എന്നതുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അതിൽ ന്യൂനതയുണ്ടെന്ന് പറയുന്നവൻ എത്ര വെട്ടിയാണോ അതേപോലെയാണ് ഇസ്ലാമിന്റെ കൽപ്പനകളെ നോക്കി ഇത് പുരോഗതിക്കും പുരോഗമനത്തിനും എതിരാണെന്ന് ചിന്തിക്കുന്നവൻ അവനും വെട്ടിയാണ്. ആദം അലൈഹിസ്സലാം ഏതൊരു ആകാശത്തിന്റെ താഴെയാണോ ജീവിച്ചത് അതേ ആകാശത്തിന്റെ താഴെയാണ് നമ്മളും ജീവിക്കുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ ഇതുവരെയുള്ള ഒരാളും പറഞ്ഞില്ല ആകാശത്തിന്റെ നിറം മാറ്റണം, കാലമേറെയായി, അതുകൊണ്ട് മാറ്റണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആരും കേൾക്കില്ലെന്ന് മാത്രമല്ല അവൻ വ്യക്തിയാണെന്ന് വിധിയെഴുതി. ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങളെ തട്ടുതട്ടുകളായി സൃഷ്ടിച്ചവൻ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്കൊരു ന്യൂനത കണ്ടെത്താൻ കഴിയില്ല. ثم ارجع البصر كرتين, നിങ്ങൾ പലവട്ടം ആവർത്തിച്ചു നോക്ക്, ആകാശത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ പായിപ്പിക്കും, എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാകുമോ എന്ന് നിങ്ങൾ റിസർച്ച് നടത്ത്. ثم ارجع البصر كرتين, അങ്ങനെ നിങ്ങളുടെ റിസർച്ചുകൾ നടത്തി ينقلب إليك البصر, അതിന്റെ മുഴുവൻ പഠനങ്ങളും പരാജയപ്പെട്ട് മടങ്ങുകയല്ലാതെ വേറെ വഴിയുണ്ടാകും. ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അറിയാം, ഭൂമിയുടെ സൃഷ്ടിപ്പും അത് തന്നെ, സൂര്യചന്ദ്രഗോള നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പും അത് തന്നെ. ഇതിൽ നിന്ന് അങ്ങനെ ചൊവ്വയിൽ അതുണ്ട് ഇതുണ്ടെന്ന് കണ്ടുപിടിക്കുകയല്ലാതെ അങ്ങനെ ഒരു സൃഷ്ടിയെ നിർമ്മിച്ചെടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലാത്ത വിധം അന്ന് സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുക. അതിൽ ന്യൂനത കണ്ടെത്താൻ കഴിയില്ല. എന്ന് പറയാണ്, അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പും എന്റെ കയ്യിൽ, ഈ ഭൂമിയുടെ നിയന്ത്രണവും എന്റെ കയ്യിൽ, ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന കൽപ്പനയും എന്റേത് മാത്രമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് ഇസ്ലാം ആദം അലൈഹിസ്സലാം മുതലുള്ളതാണ്. ഇസ്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതലുള്ളതല്ല. ആദ്യം ആ തെറ്റായ ധാരണ മാറ്റണം. ഇസ്ലാമിന്റെ തുടക്കം മനുഷ്യോൽപത്തി മുതലുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ മാത്രമാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ദീൻ പൂർത്തിയായി. ഇനി ഈ ദീനിൽ പുതിയൊരു കാര്യം കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല, ഇതിലുള്ളതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ പരിപൂർണമാക്കി എന്നിട്ട് അല്ലാഹു പറയുന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഈ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ഒരു ജീവിത പദ്ധതി ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും മതം, ഏതെങ്കിലും ജീവിത പദ്ധതി, ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ സരണി നിങ്ങൾ ആഗ്രഹിച്ചാൽ, അതനുസരിച്ച് പിൻപറ്റി ജീവിച്ചാൽ ഫലൻ യുഖ്ബല മിൻ, നിങ്ങളുടെ ഒരു നന്മയും സ്വീകരിക്കാൻ പോകുന്നില്ല. ഫഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഉള്ള മാർഗം എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുസ്ലിമിന് അതിലൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഇത് എല്ലാ കാലത്തും ഉള്ളതാണോ, ഇങ്ങനെ തന്നെയാണോ, അങ്ങനെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത വിധം അല്ലാഹുവിനെ അത്ര ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കും. എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നേതാവിനെ തന്നു. ആ നേതാവിലൂടെ പരിശുദ്ധമായ ഖുർആനിനെ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു. നബിതങ്ങൾ നബിയായതുകൊണ്ട് അംഗീകരിക്കാം, നബിതങ്ങൾ നുബുവത്തിന്റെ പവറുള്ളതാണ്, അതുകൊണ്ട് തങ്ങളെ കൊണ്ട് കഴിയും, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ പറയേണ്ട. വളരെ മോശമായി
ജാഹിലിയ്യത്തിൽ ജീവിച്ചിരുന്നവരെ ഈ ഖുർആൻ കൊണ്ട് നക്ഷത്രത്തുല്യരാക്കി മാറ്റി. അപ്പൊ നമ്മളുടെ ആ പഴുതു അന്ന് അടച്ചു. നിങ്ങൾക്കിത് പിൻപറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണ്ട. കാരണം ഇത് ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്, അബൂബക്കർ സിദ്ദീഖിന്, മഹാനായ ഉസ്മാനിന്, അലിയിന്, മുസ്അബ് ബിൻ ഉമൈറിന്, മഹാന്മാരായ സഹാബാക്കളെ റളിയല്ലാഹു അജ്മഈൻ അവരെ ലോകത്ത് തുല്യതയില്ലാത്ത വിധം ഉയർത്തിയ ഗ്രന്ഥവും മതവുമാണ് ഇസ്ലാം. അതിനെ പുരോഗമനത്തിനെതിരെന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചു. അതുകൊണ്ട് ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരികയാണ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വാദങ്ങളൊന്നുമല്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ വാദങ്ങളല്ല. ഇസ്ലാം പുരോഗതിക്കെതിരാണ് എന്ന് പറയുന്ന ഭൗതികന്റെ വാദം ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, അതെന്നോ തുടങ്ങിയതാണ്. ഖുർആൻ പറയാണ്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാതീനൽ ഇൻസി വൽ ജിൻ. ഇസ്ലാമിന്റെ ശത്രുവായി ഇസ്ലാമിന്റെ പ്രവാചകന്മാർക്ക്, ഇസ്ലാമിന്റെ പ്രബോധകർക്ക് എല്ലാ കാലത്തും ശത്രു ഉണ്ടാകും. ഖുർആൻ പറയുക, ആ ശത്രു മനുഷ്യരിൽ നിന്നുണ്ടാകും, ജിന്നുകളിൽ നിന്നും. ഉലമാക്കൾ എഴുതുന്നുണ്ട് കിതാബിൽ, ജിന്നിൽപ്പെട്ട ശൈത്താനേക്കാൾ കടുപ്പമാണ് മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാർ. എന്താ കാരണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്മാരായ പിശാചുക്കളുടെ പോയിരുന്ന് അവര് സഹാബാക്കളെ കളിയാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, മനുഷ്യന്മാരിൽപ്പെട്ട ശൈത്താന്മാർ അവര് ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരെക്കാൾ കടുപ്പമാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, എന്താണ് ഇവരുടെ പരിപാടി എന്നറിയോ? യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അവർ പരസ്പരം മോഹന വാക്കുകൾ പറയും. യൂഹി എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. സത്യത്തിൽ വഹി എന്ന വാക്ക് ഖുർആൻ അല്ലാഹുവിൽ നിന്നും നബിതങ്ങളിലേക്ക് ഇറക്കി നൽകുന്ന ആ വഹി എന്നതിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതേ വീട് ഖുർആനിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ വാക്കുകൾക്കും അത് ഉപയോഗിക്കാം. നിങ്ങൾ വളരെ രഹസ്യമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ജൽപ്പനങ്ങൾ. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അവർ പരസ്പരം മോഹന വാക്കുകൾ പറയും. എന്തിനാ മോഹന വാക്കുകൾ? ഗുറൂറാ, വഞ്ചിക്കാൻ വേണ്ടിയാണ്. എന്താ വഞ്ചന? ലഹരിയിൽ നിർത്തണോ എങ്കിൽ ഡാൻസ് കളിക്കണം. മോഹനമാക്ക കേൾക്കുമ്പോഴേക്ക് ഭൗതികവാദിയായ മുസ്ലിമിനും തോന്നാൻ ശരിയാണല്ലോ എങ്കിൽ ചരിത്രപരമായി പഠിക്കാൻ തയ്യാറായി. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി പള്ളിയുടെ താഴെ ദഫൻ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു കൊടുക്കാൻ. ഒരാൾ മരണവസിയത്ത് എഴുതുക മക്കൾക്ക്, ഞാൻ മരിച്ചാൽ എന്നെ ഈ മുന്തിരിയുടെ മരത്തിന്റെ താഴെ, അതിന്റെ വൃക്ഷത്തിന്റെ താഴെ എന്നെ കഫൻ ചെയ്യണം, ദഫൻ ചെയ്യണം. എന്തിനാണെന്നറിയോ? മണ്ണിൽ കിടക്കുന്ന ഞാൻ എനിക്ക് കണ്ടുപിടിക്കാൻ തോന്നുമ്പോൾ മുന്തിരിവള്ളി അല്ലെങ്കിൽ അതിന്റെ വേര് ഭൂമിയിലേക്ക് ഇറങ്ങി വരും, അത് പിഴിഞ്ഞിട്ട് കുടിക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് കള്ളൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു സമൂഹം ഖുർആൻ പറഞ്ഞത്. അത്ര കണ്ണും പെണ്ണുമെന്ന് പറയുന്നത് അറബികൾക്ക് അത്രമേൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ യാതൊരു പെണ്ണിനൊരവകാശവുമില്ല. പെണ്ണിനൊരവകാശവുമില്ല. നടന്നു പോകുന്ന ഗർഭിണി അവളുടെ വയറ്റിൽ കുത്തിയിട്ട് പറയും, ഏതാണോ നോക്കട്ടെ, ആണാണോ പെണ്ണാണോ നോക്കട്ടെ. പെണ്ണിനൊരു വിലയുമില്ല. വേശ്യാവൃത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തു മാത്രമായി പെണ്ണിനെ അവർ മാറ്റി. അങ്ങനെ കണ്ണും പെണ്ണും മാത്രം ഇങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോഴെങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത് എന്ന് ചരിത്രം പഠിക്കും. അവരെ ഡാൻസ് കളിപ്പിച്ചിട്ടാണ് മാറ്റിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ അവരെ മാറ്റിയെടുത്തു എന്ന് ഖുർആൻ പറയുന്നു. ഹുവല്ലദീ ബഅത ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും
യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ അതിലൂടെ തസ്കിയത്ത് ചെയ്തു, അവരെ അതിലൂടെ സംസ്കരിച്ചെടുത്തു. ഖുർആൻ പറഞ്ഞില്ല. എന്താണ് അവർക്ക് നൽകിയത്? ഇസ്ലാമാകുന്ന മതത്തിന്റെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ മൂല്യങ്ങൾ പഠിച്ചവരുടെ മനസ്സ് ശുദ്ധമായ ആളുകൾ കണ്ണ് നിഷിദ്ധമാകുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പറയാ, റസൂലല്ലാഹ്, ഈ കണ്ണ് നിഷിദ്ധമായതിൽ എത്ര നന്നായിരുന്നു, നിസ്കാരം നല്ലൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. മനസ്സ് ശുദ്ധമായപ്പോൾ അനുവദിച്ചതുപോലും വേണ്ടാന്ന് പറയാൻ. ആദ്യം കണ്ണ് നിഷിദ്ധമാക്കി നിസ്കാരത്തിൽ മാത്രം ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ നിസ്കാരത്തിൽ കണ്ണ് ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുതെന്നാവാം. പിന്നെ അതീന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് വന്നത്. നമ്മൾ ആലോചിക്കണം, ഇത്രമേൽ ലഹരി ഉപയോഗിച്ചിരുന്നവർ മദീനയുടെ തെരുവീതികളിലൂടെ പ്രഖ്യാപനം വരികയാണ്, ചൂതാട്ടവും കള്ളും നിഷിദ്ധമാണെന്ന് പറഞ്ഞപ്പോ കള്ളു കുടിക്കാൻ, മദ്യം കുടിക്കാൻ മദ്യത്തിന്റെ ചഷകം വായിയെ കടുപ്പിച്ചവർ വലിച്ചത്. ഏതാണ് ആ വിശ്വാസം? അതാണ് ഈമാൻ. ഞങ്ങൾ അല്ലാഹനെ പഠിച്ചു, അല്ലാഹനെ പഠിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹ് പഠിച്ചു. അപ്പോഴേക്കും അവരുടെ ഹൃദയം പരിശുദ്ധമായി. മതം വേണ്ട എന്ന് പറയുന്ന നിരീശ്വരവാദി അവരുദ്ദേശിക്കുന്നത് ആഭാസത്തരം മാത്രമാണ്. ലോകത്ത് ചരിത്രപരമായി പഠിക്കണം അവനെ കുറിച്ച് എന്ന് നല്ല മോഹനവാദികൾ പറയുമ്പം മുസ്ലിമിന്റെ വലിയ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവന്മാരെല്ലാവരും ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ സമർക്കന്ത് ബുഖാറ മറന്നു പോകരുത്. ലോകത്ത് ഇസ്ലാമിന്റെ ഇറ്റില്ലമായിരുന്ന, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അന്തസ്സായിരുന്ന സമർക്കന്ത് ബുഖാറ, ഇമാം ബുഖാരിയെ പോലത്തെ ലോകോത്തര പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബിനെ കുറിച്ച് ഉലമാവ് വിധിയെഴുതി. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന് ശേഷം ലോകത്തെ ഏറ്റവും സഹീഹായ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഗ്രന്ഥം അത് ബുഖാരിയാണ് എന്ന് പറയുവാൻ അത്ര ഉയർന്ന പണ്ഡിതൻ ജനിച്ച നാട് ബുഖാറ. സമർഖന്ദ്, അബുൽ ലൈസ് സമർഖന്ദിയെ പോലെ ചരിത്രം രചിച്ച മഹാന്മാർ, ഇമാം മുസ്ലിം അൽ ഖുറാസാനി തുടങ്ങി ലോകത്തന്ന് ജീവിച്ചിരുന്ന ലോകത്തിന്റെ പണ്ഡിതന്മാർ, ഇസ്ലാമിന്റെ ഇറ്റില്ലമായിരുന്ന പണ്ഡിതന്മാർ, അവര് ജീവിച്ചിരുന്ന നാടാണ് സമർഖന്ദ് ബുഖാറ. എന്താ സംഭവിച്ചത് അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ ആലോചിക്കണം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്തോ വലിയ പുരോഗതി ലോകത്തുണ്ടാക്കി ആർക്കെങ്കിലും ധാരണയുണ്ടോ എങ്കിൽ സമർഖന്ദ് ബുഖാറ പഠിക്കുക. സമർഖന്ദ് ബുഖാറയിൽ വന്ന് ഓരോ പണ്ഡിതന്മാരെ വശീകരിക്കാൻ ശ്രമിച്ചു. പ്രലോഭനങ്ങളിലൂടെ വശീകരണത്തിന് വിധേയമാകാത്തവരെ കൊന്നൊടുക്കിയവർ, മസ്ജിദുകൾ പൂട്ടിയവർ, മദ്രസകൾ പൂട്ടിയവർ. മദ്രസകളോട് ഇന്ന് അവഗണന എന്തുകൊണ്ട്? ഇത് അവരുടെ ബാപ്പമാർ പഠിപ്പിച്ചു കൊടുത്ത പാഠത്തിന്റെ പിന്നാമ്പുറമാണ്, അതല്ലാതെ ഇന്ന് തുടങ്ങിയതല്ല. മദ്രസയോട് അവഗണന. മദ്രസ പണിയണ്ട, പള്ളി പണിയണ്ട, ഇവിടെ പള്ളിക്കുടം മതി എന്ന് പറഞ്ഞ് പാട്ടുപാടിയപ്പോ അതേറ്റുപാടിയ മുസ്ലിമേ, നീ തിന്മക്ക് കൂട്ടുനിന്നവനാണ്. ആലോചിച്ച് നോക്കി. നമ്മൾ വിചാരിച്ചതൊക്കെ ഭയങ്കര പുരോഗതിയുടെ ഭാഗമാണ്. ഭൗതികവാദം അങ്ങേതലയിൽ അവരുടെ മുദ്രാവാക്യം തന്നെ ലാ ഇലാഹ വലാ ജന്നത വലാ നാർ. അന്നത്തെ മുദ്രാവാക്യം എന്നുമുണ്ട്. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, എന്തുമാകാം, ഈ ലോകത്ത് എന്തും ചെയ്യാം, ആരും നമ്മളെ ഭരിക്കാനില്ല, നിയന്ത്രിക്കാനില്ല, നിയമങ്ങളില്ല. മതമെന്ന് പറയുന്നത് കറുപ്പാണ്. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് എഴുതി വെക്കപ്പെട്ടു. മദ്രസകളുടെ മതിലുകൾക്ക് മുന്നിൽ, മസ്ജിദിന്റെ മതിലുകൾക്ക് മുന്നിൽ നമ്മൾ എന്നിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. ഇന്ന് ചില കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. മുളയിലെ നുള്ളേണ്ടത് നുള്ളാതെ വന്നപ്പോ, അത് കേറി സമൂഹത്തെ ഒന്നാകെ പിടിച്ചപ്പോ ഇപ്പൊ കിടന്ന് ആ തട്ടഹസിച്ചിട്ട് കാര്യമില്ല. ഡാൻസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ തോന്നാൻ ഇനി ഹറാം എന്ത് നമ്മുടെ മക്കൾ ചെയ്യുന്നു തോന്നണ്ട. അതിനു മുമ്പ് എത്രയോ ഹറാമുകൾ ചെയ്യാൻ എന്റെയും നിങ്ങളുടെയും മക്കളെ ക്യാമ്പസുകളിൽ അനുവദിച്ചു കാണും നിങ്ങളും. എന്നിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇസ്ലാം? കെട്ടിപ്പിടിച്ച ഇസ്ലാം ഒന്ന് പോകുമോന്നാണ് ഒരാളുടെ ചോദ്യം.
ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ച ഇസ്ലാമെന്ന് പോകുമോ? പോകും, യാതൊരു സംശയവുമില്ല. എന്താ നിനക്ക് സംശയമുണ്ടോ? വ്യക്തമായ ഖുർആൻ പറഞ്ഞതാണ് ഒരു പെണ്ണിന്റെ ജീവിതം എങ്ങനെ, ഒരാണിന്റെ ജീവിതം എങ്ങനെ. അപ്പോഴേക്ക് ഇസ്ലാം അങ്ങ് പുരോഗതിയിൽ പിന്നിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുകയാണ് എന്ന് ഇടയ്ക്ക് ഇഷ്ടം പോലെ ഖുർആൻ ഹദീസ് മറുപടി നൽകുന്നുണ്ട്. സ്വത്തവകാശത്തിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞവരോട് പെണ്ണിന് സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. പെണ്ണിനെ കുടിച്ചു മൂടിയപ്പോൾ കുടിച്ചു മൂടരുത് എന്ന് മാതാപിതാക്കൾക്ക് ഉപദേശം കൊടുത്ത് അവരെ വളർത്തിയ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ഉമ്മയുടെ കാലടിപ്പാടിലാണ് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ഇസ്ലാം. ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ മാത്രമേ നല്ലവനാകൂ എന്ന് പറഞ്ഞ ഇസ്ലാം. ഈ ഇസ്ലാമാണോ സ്ത്രീത്വത്തിന് വിരുദ്ധം? സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള എല്ലാ വഴികളും തുറന്ന് ആഭാസത്തിലും തുറന്നിടുന്നവർ അവരെവിടെയാ പുരോഗതി പറയുന്നത്? അവർക്ക് എന്ത് പുരോഗതി പോകുന്നത്? അതുകൊണ്ട് ഖുർആൻ പറയാൻ ഇങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വഞ്ചനാത്മകമായ മോഹനവാക്കുകൾ പറയുന്നുണ്ട്. മോഹനവാക്കുകൾ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും ഭയങ്കര പുരോഗതിയുണ്ട് എന്ന്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനെ വിശാലമാക്കുന്നതിനിടയിൽ 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ബുഖാറയിൽ സമർക്കന്തിലെ മസ്ജിദുകൾ അടച്ചുപൂട്ടപ്പെട്ട് മദ്രസകൾ താഴെ വെച്ച് പൂട്ടി. അങ്ങനെ മതപഠനം നിർത്തി. കാരണം മതം വേണ്ടെന്നുള്ളവർക്ക് എന്തിന് മതപഠനം? വിദ്യാഭ്യാസം ഊടെയൊക്കെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ അവസ്ഥ അവൻ പറയാൻ നമ്മളെ പഠിപ്പിക്കണ്ട. അവനോടും പറയാനുള്ളത് ദീനിന്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ തരണ്ട. ദീനിന്റെ നിയമം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തെ നിയമം ആരും പഠിപ്പിക്കാൻ തരണ്ട. പക്ഷെ മുസ്ലിം സമുദായത്തിന് വന്നുപോയ കുഴപ്പമെന്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ കൈവെക്കുമ്പോൾ വേദന ഉണ്ടാകുന്ന മനസ്സുകൾ കുറഞ്ഞുപോയി എന്നുള്ളത്. കുറഞ്ഞുപോയി. ആർക്കും വേദനയൊന്നുമില്ല. പറമ്പ് നഷ്ടപ്പെടാൻ പോയപ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടായിരുന്നു. പക്ഷെ ദീനിന്റെ ഓരോ നിയമങ്ങൾ അതിനെ സാരവൽക്കരിച്ച് അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയില്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. ഒരു തിന്മ കണ്ടാൽ ആദ്യം കൈകൊണ്ട് അതിനെ തടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ കണ്ടാൽ തടുക്കണം. ടാക്സ് തിന്മയാണോ? തിന്മ തന്നെ, യാതൊരു സംശയവുമില്ല. എന്താ ആർക്കാ സംശയം? അത് വ്യായാമമാണെന്ന് പോലും. അവന്റെ ഒരു വ്യായാമം. അവൻ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട്? പുതിയ തലമുറയെ നല്ല രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന എന്തെല്ലാം ചെയ്യാനുണ്ട്? അതൊന്നും ചെയ്യാതെ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. എന്നിട്ട് നമ്മൾ ചിലർക്ക് തോന്നുന്നത് ശരിയാണല്ലോ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ വലിയ അപകടം. മോഹനവാക്കുകൾ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് ഖുർആൻ പറയുന്നു. പറയുന്നുണ്ട്, ഞാനും നിങ്ങളും പഠിക്കേണ്ടത് പാഠം. ഇങ്ങനെ പലതവണ നടക്കും. എന്റെയും നിങ്ങളുടെയും മക്കൾ അതിന് കരുക്കളാകുന്നുവെങ്കിൽ, അതിനെ ആടാനും പാടാനും എന്റെയും നിങ്ങളുടെയും മക്കളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മാതാപിതാക്കളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഷണ്ടനായ പിതാവ്. ഷണ്ടനായ പിതാവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സ്വന്തം ഭാര്യയിലും കുടുംബത്തിലും ദീൻ നിലനിർത്താൻ കഴിയാത്ത വാപ്പ, അവൻ ഷണ്ടനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കി. ഖുർആനിലൊക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതിന് വിപരീതം സംഭവിക്കാൻ പാടില്ല. ഇത് തുടക്കം മുതൽ നമ്മൾ ആലോചിക്കണമായിരുന്നു. ആണും പെണ്ണും ഇടകലർന്ന വിദ്യാഭ്യാസം ഇവിടെ സ്കൂളിലും പാടില്ല, മദ്രസയിലും പാടില്ല. അന്യപുരുഷന്റെ മുമ്പിൽ പ്രായപൂർത്തിയായ അന്യപ്പെട്ട് വരാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അത് നമ്മൾ കാട്ടി പറത്തിയില്ല. ജിൽബാബ് എന്ന് പറയുന്ന മുഖവും മുൻകൈയും മറയുന്ന, ഒരിക്കലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചല്ലാതെ പുറത്തിറങ്ങരുതെന്ന് സ്ത്രീകളോട് ഖുർആൻ കൽപ്പിച്ചപ്പോ അത് നമ്മളനുസരിച്ചില്ല. അവിടെയൊക്കെ നമ്മൾ നോർമൈറ്റ് ചെയ്തു. എന്തെങ്കിലും ആയിക്കോട്ടെ,
ഒക്കെ നമ്മുടെ പുരോഗതിയുടെ ഭാഗമാണെന്ന് കരുതി അങ്ങനെ ആണോ പെണ്ണും വളരെ കരുതിയാണ്. സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ ചിലർ പറയും അങ്ങനെയൊക്കെ നമുക്ക് കണ്ടാൽ എന്ത് സംഭവിക്കും, നമുക്ക് കണ്ടാൽ എന്തിനും സംഭവിക്കും, ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവനെ ചികിത്സിക്കണമെന്ന് ആവശ്യം പറയും. അവനെ ചികിത്സിക്കണം, അവനൊന്നും സംഭവിക്കും. അവനെ പെണ്ണിനെ കാണുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവനെ ചികിത്സിക്കണം. ഇത് വലിയ വർത്തമാനം പറയാ. നമ്മളെ സൃഷ്ടിച്ച അള്ളാഹ്ക്കറിയാം നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് അവൻ പറയാ. ഒരു പെണ്ണുമാണ് ഒറ്റപ്പെട്ടാൽ മൂന്നാമത് ശൈത്താൻ ഉണ്ടാകും അവിടെ. അള്ളാഹിനെ വെല്ലുവിളിക്കുക, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളെ വെല്ലുവിളിക്കുക. ആരാന്റെ വാക്ക് കേട്ടിട്ട്? ഭൗതികന്റെ വാക്ക് കേട്ട്. സമർക്കന്ത് ബുഖാറയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ വധിച്ചവന്മാരുടെ പിന്മുറക്കാരുടെ വാക്ക് കേട്ട് ഞാൻ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ പുരോഗതിക്കെതിരാണെന്നും പൗരോഹിത്യവും. അവരുടെ വിശ്വാസം ഈ മതം തന്നെ ഉണ്ടാക്കിയത് പുരോഹിതന്മാരാണ്, അല്ലാഹു അല്ലെന്നാണ്, അങ്ങനെ ദൈവമില്ലെന്നാണ്. ഇങ്ങനെയുള്ളവരുടെ പിന്നാലെ കൂടിയാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മുടെ ഈമാൻ പോയിപ്പോകും, മുർത്തദ്ദാൻ. എന്ന് പറയാ, അള്ള ഉദ്ദേശിക്കുന്നൊന്നും സംഭവിക്കൂല. പിന്നെ എന്തിനീ പരീക്ഷണങ്ങൾ വരുന്നതെന്ന് അറിയുമോ? ആരാണ് ദീനിൽ അടിയുറച്ചു നിൽക്കുന്നത്, ആരാണ് ദീനിനെ വിട്ടുകളയും തിരിച്ചറിയാൻ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ആരാണ് ഈ ആഭാസത്തരങ്ങളിൽ വിട്ടു നിൽക്കാനും സ്വന്തം മക്കളെ ദീനിയായി വളർത്താൻ ഉതകുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുവിടാൻ ആരാണ് ഇവിടെ എന്ന് അല്ലാഹു നോക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറ വളർന്നു വരാൻ. ഇതെല്ലാം കണ്ടിട്ട് വളർന്നു വരുന്നത്. വ്യക്തമായ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ അതിന്റെ കൊടി ഇവര് പിടിക്കും. അത് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥലത്ത് മുലാഖാത്ത് പോയി വീട്ടിൽ പോയി സംസാരിക്കാൻ, ബാബ പള്ളിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ മോനോടൊന്ന് സംസാരിക്കും. മോനോട് സംസാരിക്കും, മോൻ പറയാ നിങ്ങൾ കൂടുതൽ വർത്താനം വേണം, അതൊന്നുമില്ല, സ്വർഗനരകളില്ല, വെറുതെ പറ്റിക്കണ്ട. അപ്പോഴാണ് വാപ്പക്ക് ബോധമുണ്ടായത്, എന്റെ മോൻ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ ഏത് കോലത്തിൽ, ഏത് ചിന്താഗതിയിൽ. സമർക്കന്ത് ബുഖാറ പോലത്തെ ഉലമാക്കൾ ജീവിച്ച നാട് അപകടത്തിൽപ്പെട്ടെങ്കിൽ പിന്നെ നമുക്കെന്ത് അവകാശവാദമാണ് പറയാനുള്ളത്? പരിശ്രമിച്ച് നടത്തേണ്ട സമയത്ത് നടത്തിയില്ലെങ്കിൽ, ദീനിയായ മുന്നേറ്റങ്ങൾ നടത്തേണ്ട സമയം നടത്തിയില്ലെങ്കിൽ ഈ ഖുർആൻ ഹദീസുകൾ അറിയാത്തൊരു സമുദായം വളർന്നു വരും. ഇതറിയാതെ വളർന്നാൽ എന്ത് സംഭവിക്കും? ഇത് അറിഞ്ഞിട്ട് തന്നെ ഈ ദുനിയാവിൽ പ്രശ്നങ്ങളാണ്. ഇത് അറിയാതെ കൂടി വളർന്നു വന്നാൽ എന്താ സംഭവിക്കുക? അതുകൊണ്ട് നമ്മൾ ഖുർആൻ പറയുകയാണ്, ഈമാൻ ഉണ്ടാക്കാനല്ലാതെ വേറെ പരിഹാരമില്ല. ഈമാനികമായി ഹൃദയങ്ങളിൽ അല്ലാഹു ആരാണ്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ ഒരു പരിഹാരമില്ല. ലഹരി, ഇതിന്റെ മേൽ അങ്ങേ തലയിലുള്ള ലഹരി സഹാബാക്കൾ നിർത്തി. ഈമാൻ ഉള്ളിലുണ്ടായ അല്ലാഹ് ആരാണ് മനസ്സിലായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മനസ്സിലായത്. പിന്നെ അവർ പറയാൻ തുടങ്ങി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഘം ഖാദിസിയ്യ പോരാട്ടത്തിന് ഒരു കത്തെഴുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയും, فإن معي قوما يحبون الموت كما تحب العاجب الخمر. ഇറാനികളെ, നിങ്ങൾ കള്ളിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ അവർക്ക് ഹരം ദീനിന്റെ വഴിയിൽ പരിശ്രമിച്ച് അടരാടി ജീവൻ ദീനിന് വേണ്ടി കൊടുക്കുക എന്നത് അവരുടെ ജീവിതത്തിന്റെ ഹരമായി മാറി. കാരണം എന്താ? ഈ ദുനിയാവിന്റെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർഗമുണ്ട്, അവിടുത്തെ സുഖജീവിതം, അതൊക്കെ അവരുടെ കൺമുന്നിൽ അവർ കണ്ടുകൊണ്ട് ജീവിച്ചു. നമ്മുടെ ഹൃദയങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ സാങ്കല്പികമായ ചിന്തയുള്ളത്, ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല സ്വർഗ നരകത്തിൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോവാൻ. മരണത്തിന് ശേഷം ഒരു ജീവിതം, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം, അവിടുത്തെ മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക എന്നൊക്കെ ചോദ്യത്തിന്റെ ഉത്തരം, ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടവരാണെന്ന ബോധ്യമുള്ളപ്പോഴേ നമുക്ക് നന്നാകാൻ കഴിയും, മക്കളെ നല്ല വഴിക്ക് നടത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മക്കളെ പഠിപ്പിക്കുന്നവർ ഹറാമാണ് ചെയ്യുന്നത്. യാതൊരു സംശയമില്ല. പച്ച ഹറാമ ചെയ്യുന്നു, പച്ച ഹറാമ, ഒരു സംശയവുമല്ല. അതുകൊണ്ട് മക്കളെ ഹറാമിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയാത്ത വാപ്പമാർ അവർ ദുനിയാവിൽ കൊടുക്കും, ആഖിറത്തിൽ കൊടുക്കും. പണ്ട് പറയുന്ന ആഖിറത്തിൽ കൊടുക്കും,
ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും പോകും. ഈ മക്കളുടെ ദുർഗതി കാണേണ്ടി ഉറപ്പ യാതൊരു സംശയമില്ല. മതമില്ലാത്തവർ ഒരു നന്മയും ലോകത്ത് പഠിപ്പിക്കാൻ പോകുന്നില്ല. കാരണം ലോകത്ത് മതത്തിലൂടെയാണ്, ഇസ്ലാമിലൂടെയാണ് എല്ലാ നന്മകളും ലോകത്ത് വന്നത്. ഒന്നിനും കൊള്ളാതിരുന്നവർ, പരസ്പരം യുദ്ധം ചെയ്തിരുന്നവർ, യുദ്ധക്കളത്തിൽ ഒരു കോപ്പ പാല് കിട്ടിയപ്പോൾ എന്നെക്കാൾ എന്റെ സഹോദരനാണ് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനെന്ന് പറഞ്ഞ് തന്റെ ജീവൻ പോലും പോകുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് പോലും സ്വന്തം സഹോദരന് മുൻഗണന കൊടുത്ത മാനുഷിക മൂല്യം അവർ പഠിച്ചത് ഇസ്ലാമിൽ നിന്നാണ്. ആ ഇസ്ലാമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, സമർക്കത്ത് ബുഖാറ പോലെ നമ്മുടെ നാടാകാതിരിക്കണമെങ്കിൽ മദ്രസകൾ ശക്തീകരിക്കുകയും മദ്രസകളിൽ ഭൗതികം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇസ്ലാമിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കുറച്ച് എരിവുകൂടിയും ചേർത്ത് കുറച്ച് ഭൗതികന്മാർ കുറച്ച് പുസ്തകങ്ങൾ എഴുതി ഇങ്ങോട്ട് വിട്ടപ്പോഴേ നമുക്ക് പിന്നെ ഖുർആൻ ഹദീസും വേണ്ട. സ്പെയിൻ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഗ്രന്ഥശാലയുള്ളത് അന്നത്തെ അവരുടെ അക്രമത്തിന്റെ പേരിൽ, താൽക്കാലികളുടെ അക്രമത്തിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ടു. അതെല്ലാം കൊണ്ടുപോയി കട്ടെഴുതി അതിനെ പുതിയ ലോകത്ത് അവതരിപ്പിച്ചപ്പോൾ നമുക്കത് ഭയങ്കര സംഭവമായി. ഖുർആൻ ഹദീസ് മുമ്പുകൾ കൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകം അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഇതിന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്. ഖിയാമത്ത് നാൾ അവനെ സംരക്ഷിക്കും. പക്ഷെ ഞാനും നിങ്ങൾ ഇസ്ലാമിൽ ബാക്കിയുണ്ടോ എന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ കുറിച്ച് നമ്മുടെ ഇസ്ലാമിന്റെ വലിയ സംഭവമാണെന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ അള്ളാഹിനടുത്ത് നമ്മൾ ഏത് ലിസ്റ്റിലാവുന്നതാണ്. അത് നമ്മുടെ ഈമാനും നമ്മുടെ അമലുകളും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളിൽ, പുതിയ തലമുറയിൽ മക്കൾ ചെയ്യുന്നത് നമുക്കെന്താ കുറ്റം ആരും ചിന്തിക്കേണ്ട. മക്കള് വഴികിടുന്നതിന്റെ ഒന്നാമത്തെ ശിക്ഷ മാതാപിതാക്കൾക്ക് അന്നേരത്തിൽ വളർത്തിയിട്ടില്ല. 7 വയസ്സ് മുതൽ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ അർത്ഥം എന്താ അറിയോ? അത് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ മാത്രമല്ല, 7 വയസ്സ് മുതൽ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്ത് വരണം. എന്നിട്ട് 15 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോഴേക്ക് അവന്റെ ചുമതലയിലായി. 7 വയസ്സ് മുതലൊന്നും പഠിപ്പിക്കാതെ എങ്ങനെയൊക്കെ വളർത്തിയിട്ട് ഇനി അവൻ നോക്കിക്കൊട്ടെ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. 7 വയസ്സ് മുതൽ ആ കുട്ടിയെ നീ എങ്ങനെ വളർത്തി എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ നല്ലതുപോലെ ആലോചിച്ച് നമ്മുടെ മക്കളുടെ പഠനം വലുതാണെന്ന് കരുതി ഏത് ഹറാമ് ചെയ്യാൻ ഈ മക്കളെ പ്രേരിപ്പിക്കുന്നതിനും അതിനനുവദിക്കുന്നതിനും പകരം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുടെ ആളുകളോട് വളരെ വിനയത്തോട് പറയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ കൊടുക്കും ഹറാമിന് കൂട്ടുന്നില്ല. ഒരു സംശയമില്ല. ഹറാമിന് കൂട്ടുന്ന കൊടുക്കും. നിങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് പലതും അനുവദിക്കും. നിങ്ങളുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹറാമായി അവിടെ നടക്കുന്ന ഹറാമുകൾക്ക് ദുനിയാവിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും, ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദീനിയായ മദ്രസകളെ, സ്ഥാപനങ്ങളെ കുട്ടികൾ അതിന്റെ ഉള്ളിൽ തന്നെ തർബിയത്ത് നൽകി അവരെ ഒരിക്കലും ഒരു ഭൗതികവാദിയുടെ മുന്നിൽ കൊണ്ടിടാതെ നല്ല ദീനിയായ ചുറ്റുപാടിൽ എല്ലാം കിട്ടുന്ന നല്ല നല്ല സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ അതിന്റെ നന്മയിൽ നമ്മൾ പങ്കാളികളായി അവിടെ നമ്മൾ പഠിപ്പിച്ചു. വെറുതെ വരും ഭാവിയിൽ നമ്മുടെ മക്കൾ അള്ളയില്ലെന്നും സ്വർഗമില്ലെന്നും നരകമില്ലെന്നും നിരീശ്വരവാദിയായി അവന്റെ കൂടെ നടക്കുന്നത് എന്തിന് നമ്മൾ കാണണം. നമ്മളൊരിക്കലും ഒരു വലിയ പുരസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പൊ ഞാനതിൽ പങ്കെടുത്തില്ല. ഞാൻ ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ പങ്കെടുത്ത ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ എന്തായാലും വരണം. എന്തിനാ? മയ്യത്തിന്റെ ഒരു മോനുണ്ട്, മരണപ്പെട്ട ആളൊരു മോനുണ്ട്, നേരത്തെ മുലാഖാത്ത്. എന്തിനാ മുലാഖാത്ത് ചെയ്യുന്നത്? പറഞ്ഞു മയ്യത്ത് നിസ്കരിക്കാൻ വാപ്പയുടെ മയ്യത്ത് കൊണ്ടുവച്ചു. 5 മക്കളുണ്ട്. അതിലൊരാൾ, ഒരു മോൻ മയ്യത്ത് നിസ്കരിക്കുന്നില്ല, മാറി നിൽക്കുന്ന മസ്ജിദിന്റെ വഴി. എന്താണെന്ന് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൻ പറയുന്നത്, ഈ മരണത്തിന് ശേഷം ജീവിതമൊന്നും ഇതൊക്കെ തട്ടിപ്പാണ്, കബറില്ല, സ്വർഗമില്ല, നരകമില്ല. അവന്റെ അടുക്കൽ ഞാൻ പോയി എന്റെ സ്വന്തം അനുഭവം 2.5 മണിക്കൂർ സംസാരിച്ചു. അവന്റെ ഹൃദയത്തിൽ ഒരു ഗുരുകുലം ഞാൻ പഠിക്കട്ടെ, ആലോചിക്കട്ടെ, ഏതൊക്കെയോ പുസ്തകങ്ങൾ വായിച്ച് മറ്റാരുടെയൊക്കെ ജന്മനങ്ങളുടെ പിന്നിൽ കൂടി. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം?
അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചു. സ്വന്തം മക്കൾ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ മരിക്കണമോ? അതല്ല, മക്കൾ തന്നെ സ്വന്തം കുളിപ്പിച്ച് വൃത്തിയാക്കി അവര് തന്നെ ഇമാമത്ത് നിന്ന് അവരാ മയ്യിത്ത് നിസ്കാരം പോലും അറിയില്ല മക്കൾക്ക്. ഞാനിപ്പോ വേറൊന്നും പറയുന്നില്ല. ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ജീവിതത്തിന്റെ ഒരുപാട് നന്മകൾ പഠിക്കണം. പക്ഷെ ഒരു വാപ്പയുടെ ഒക്കെ ആഗ്രഹം എന്നൊക്കെ പറയുന്നത്, എന്റെ മോൻ മയ്യിത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വാപ്പമാരുണ്ടാവില്ലേ? ഒരു മോൻ എന്നോട് വന്ന് പറയാൻ, മയ്യിത്ത് നിസ്കാരത്തിന് ഉമ്മയെ കൊണ്ടുവച്ചു, മയ്യിത്തിന് ദുആ അറിയില്ല, പെട്ടെന്ന് പഠിപ്പിച്ചു തരാൻ മതി. എങ്ങനെ പഠിക്കാൻ പറ്റും? എന്നിട്ട് അദ്ദേഹം തന്നെ ഇമാമത്ത് നിൽക്കാൻ ഉമ്മയ്ക്ക് എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും എന്നാലോചിച്ചു. ഇങ്ങനെ മയ്യിത്ത് നിസ്കാരം പോലും കുട്ടികൾക്ക് അറിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറം അള്ളാനെ പോലും അറിയാത്ത അവസ്ഥ ജീവിച്ചു. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ നിങ്ങൾ മരിച്ചു പോകും, പക്ഷെ ഖബറിനൊരു ജീവിതമുണ്ട്. വലതും സാലിഹും, സാലിഹീങ്ങളായ സന്താനത്തെ ബാക്കിയാക്കിയില്ലെങ്കിൽ ശിക്ഷ അവിടെ നിന്ന് തുടങ്ങും. നമുക്ക് അത് നമ്മൾ ഓരോരുത്തരുടെ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ഇസ്ലാമികമായി ആദർശപരമായി പോവാൻ നിർത്തിടാതിലേക്ക്. ഫെമിനിസം എന്ന് വേറെ ടീമാണ്, ലിബറലിസം എന്ന് വേറെ ടീമാണ്. ഇതിനെല്ലാം കൂടി കൈകാര്യം ചെയ്യാൻ വേറെ കുറയണം. കൊണ്ട് പ്രിയമുള്ളവരെ, അപകടം പ്രതികരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ദീനെന്തായാലും ചെയ്യാമെന്നാണ് നിലനിൽക്കും. അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ ഒരു പ്രഭയെ പോലും കെടുത്താൻ ആർക്കും കഴിയില്ല. പക്ഷെ ഞാനും നിങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാകുമോ ഇല്ലെന്ന് പരിശോധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിൽ ഉറച്ചു നിൽക്കണം, തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യ മക്കളെയും ഒക്കെ നമ്മൾ ഉറപ്പിച്ച് നിർത്തണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഇസ്ലാമിക ചരിത്രം കൂടി പഠിപ്പിക്കണം. ഇസ്ലാമിക ചരിത്രം അറിയാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം. അതറിയണം. അറിഞ്ഞാലേ ഇസ്ലാമിന് ഉറച്ചു നിൽക്കാൻ പറ്റും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാം എടുത്തതാണ് അള്ളാഹു നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും ലോക മുസ്ലിമീങ്ങളെയും അള്ളാഹു കാക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിലും ഈ ഉമ്മത്തിനെ അള്ളാഹു സംരക്ഷിക്കട്ടെ. എല്ലാവിധ ഫിത്നകളെ നടത്തുന്ന ഫിത്നക്കാരിൽ നിന്നും അള്ളാഹു അതിനെ സംരക്ഷിക്കട്ടെ. അവർക്ക് ഹിദായത്തിനെ അവർ എത്ര പെട്ടെന്ന് കൊടുക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ ഉമ്മത്തിനെ അള്ളാഹു കാക്കട്ടെ. വാഹന